വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th ഇംഗ്ലീഷിൽ ബ്ലോയിങ് ഇൻ ദ വിൻ എന്ന പോയത്തിലെ കുറച്ച് ആക്ടിവിറ്റീസാണ്. ഈ പോയം 3 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്സിലറി വേർബ്സ് ആണ്. ഓക്സിലറി വേർബ് ഹെൽപ്പ് ദ മെയിൻ വേർബ് ടു ഡിസ്ക്രൈബ് ആക്ഷൻ. ഒരു ആക്ഷനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് ഒരു ഹെൽപ്പിംഗ് വേർബാണ്. ദാറ്റ് ആക്ഷൻ happen in the past or in the happening in the present or will happen in the future. അത് നമ്മൾ ഒരു ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയൊരു ആക്ഷൻ വിശദീകരിക്കുമ്പോഴോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വിശദീകരിക്കുമ്പോഴോ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം വിശദീകരിക്കുമ്പോഴോ നമ്മൾ മെയിൻ വേർബിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് വേർബാണ് എന്ത്? ഓക്സിലറി വേർബ്. ഇവിടെ കുറച്ച് ഓക്സിലറി വേർബ്സ് കൊടുത്തിട്ടുണ്ട്. ആം, ആർ, be able to, been, can, could, dare, did, do, does, going to, had better, has, have to, is, might, must, need, ought to, shall, should, was, were, will, would. These are the helping words, which means auxiliary verbs. Auxiliary verbs. In English, there are 24 auxiliary verbs that help create negatives, questions, tense forms, passive voice and so on. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ആണുള്ളത്. അതിനെന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും, ടെൻസ് ഫോം ഉണ്ടാക്കാനും, പാസീവ് വോയിസ്, അങ്ങനെ കുറേ കാര്യത്തിന് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദർ ആർ ഓൾസോ നോൺ ആസ് ഹെൽപ്പിംഗ് വേർബ്സ്. അവരെ എന്തെന്നറിയപ്പെടും? ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് അറിയപ്പെടും. Auxiliary verbs are classified as primary auxiliaries and modal auxiliaries. Auxiliary verbs എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? പ്രൈമറി ഓക്സിലറി ആയിട്ടും മോഡൽ ഓക്സിലറീസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾ ഓക്സിലറി വേർബ്സ് ആർ നോട്ട് ഓൾവേസ് ഹെൽപ്പിംഗ് വേർബ്സ്. എല്ലാ സമയത്തും എല്ലാ ഓക്സിലറിയും എന്താവില്ല? ഹെൽപ്പിംഗ് വേർബ്സ് ആവില്ല. The primary auxiliaries and the modal auxiliaries such as need, dare and use to can also function as main verbs. Primary auxiliaryum modal auxiliariesumaya need, dare, use to എന്ന വേർഡ്സ് ഒക്കെ നമുക്ക് എന്തായിട്ട് മെയിൻ വേർബ്സ് ആയിട്ടും യൂസ് ചെയ്യാം. Questions begin with an auxiliary verb is known as yes or no question answer questions. ആ ഓക്സിലറി വേർബ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. പ്രൈമറി ഓക്സിലറി വേർബ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആം, ഈസ്, ആർ, വാസ്, വെയർ, ബീൻ ഓർ ബീൻ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്. ഓക്സിലറി വേർബ്സ് നമുക്ക് എങ്ങനെയാണ് പാസ്റ്റിൽ, പ്രസൻറ്റിൽ, ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ നോക്കാം. ബി, am, is, are, was, were, been, be. Do വെച്ചിട്ട് does, do, did. Haveൻ്റെ has, have, had, having. Modal auxiliaries never change form. ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. Can, might, ought to, will, could, may, must, should, shall, would. These are the examples of auxiliary verbs. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൗ ലാംഗ്വേജ് എലമെൻറ്റ്സ് വർക്ക് എന്ന പോർഷനിലെ ആക്ടിവിറ്റി 1, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 66. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് പ്ലേസ് ദം അലോങ് അപ്രോപ്രിയേറ്റ് ഹെഡിങ് ഇൻ ദ ബോക്സ്. ഈ സെൻറ്റൻസസും ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചിട്ട് നമുക്ക് ഇത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാഡ് ദേ ഫിനിഷ്ഡ് ഷൂട്ടിംഗ്? അവരുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയോ? ദിയർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അവരുടെ ട്രെയിനിങ് മോശമായിരുന്നില്ല. ദ ഷോർട്സ് വർ ടു ഡാർക്ക്. ഷോർട്സ് എന്തായിരുന്നു? വളരെ ഇരുണ്ടതായിരുന്നു. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോ? മുളങ്കാടുകളിൽ മൃഗങ്ങളെ ഫ്രീ ആയിട്ട് വിടാൻ സുഖമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ?
ഗൂപ്പി ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്. രാജാവ് ഗൂപ്പിയെ നാട് കടത്തി. കുഡ് എ ടൈഗർ ഫ്രം ദ ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഭാരത് സർക്കസിൽ നിന്നുള്ള ഒരു ടൈഗറിന് ഈ ജോലി ചെയ്യാൻ പറ്റുമോ? ഭാരത് സർക്കസ് ഹാസ് 2 ടൈഗർ വിത്ത് ദം. ഭാരത് സർക്കസിന് അവർക്ക് 2 ടൈഗർ ഉണ്ട്. മിസ്റ്റർ തൊറാട്ട് വാസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദ സർക്കസ്. മിസ്റ്റർ തൊറാട്ടാണ് സർക്കസിൻ്റെ റിംഗ് മാസ്റ്റർ. ബാഗ ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ബാഗയും എന്ത് ചെയ്തു? നാട് കടത്തി. വർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ? നമ്മുടെ എല്ലാ പ്ലാൻസും ഫ്ലോപ്പ് ആവുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസും ഈ സെൻറ്റൻസസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ്സിൽ ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അവരുടെ ട്രെയിനിങ് മോശമായിരുന്നില്ല. ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്. ഷോട്ട്സ് എന്തായിരുന്നു? വളരെ ഇരുണ്ടതായിരുന്നു. ഗൂപ്പി ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്. ഗൂപ്പിയെ രാജാവ് നാട് കടത്തി. ഭാരത് സർക്കസ് ഹാസ് 2 ടൈഗേഴ്സ് വിത്ത് ദം. ഭാരത് സർക്കസിന് 2 ടൈഗർ ഉണ്ടായിരുന്നു. മിസ്റ്റർ തൊറാട്ട് വാസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദ സർക്കസ്. മിസ്റ്റർ തൊറാട്ടാണ് സർക്കസിലെ റിംഗ് മാസ്റ്റർ. ബാഗ ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ബാഗയും എന്ത് ചെയ്തു? നാട് കടത്തി. ഇതെല്ലാമാണ് ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാഡ് ദേ ഫിനിഷ് ഷൂട്ടിംഗ്? അവരുടെ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രൂവ്? ബാംബു ഗ്രൂവിൽ മൃഗങ്ങളെ ഫ്രീ ആയിട്ട് വിടാൻ സുഖമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഭാരത് സർക്കസിലുള്ള ഒരു ടൈഗറിന് ഈ ജോലി ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ? നമ്മുടെ എല്ലാ പ്ലാൻസും എന്താണ്? ഡ്രോപ്പ് ആവുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലോപ്പ് ആവുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അപ്പോൾ നമ്മൾ എ എന്ന ക്വസ്റ്റ്യൻസിലെ സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യൻസും എന്താണ്? നമ്മൾ 2 കോളമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ബി, analyze the statement that you have listed in the activity. ഈ ആക്ടിവിറ്റിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഐഡൻറ്റിഫൈ ദ വേർബ് ഇൻ ദം ആൻഡ് പുട്ട് ദം ഇൻ ദ അപ്രോപ്രിയേറ്റ് കോളംസ്. എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താണ്? വേർബ്സിനെ ആൻഡ് റൈറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് കോളം. എന്നിട്ട് കോളത്തിൽ എഴുതുക. അക്കോർഡിംഗ് ടു ദിയർ ഫങ്ഷൻ ആസ് മെയിൻ വേർബ് ഓർ ഹെൽപ്പിംഗ് വേർബ്. അവരുടെ ഫങ്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ വേർബ് എഴുതേണ്ടത്. അവർ മെയിൻ വേർബാണോ ഹെൽപ്പിംഗ് വേർബാണോ എന്ന് സെപ്പറേറ്റ് എഴുതണം. മെയിൻ വേർബ് ആൻഡ് ഓക്സിലറി ഓർ ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദിയർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. ഇവിടെ ഗോൺ എന്നുള്ളത് മെയിൻ വേർബും ഹാഡ് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബ് ഓർ ഓക്സിലറി വേർബ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ദ ഷോട്ട്സ് വർ ടു ഡാർക്ക്. ഇവിടെ മെയിൻ വേർബ് മാത്രമേ ഉള്ളൂ. ഹെൽപ്പിംഗ് വേർബ്, ഓക്സിലറി വേർബ് ഇല്ല. മെയിൻ വേർബ് ഏതാണ്? വർ. മൂന്നാമത്തത് ഗൂപ്പി ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്. ഗൂപ്പി എന്ത് ചെയ്തു? ബാനിഷ്ഡായി, നാട് കടത്തി. ബാനിഷ്ഡ് മെയിൻ വേർബാണ്. ഈസ് എന്നുള്ളത് ഓക്സിലറിയാണ്. ഭാരത് സർക്കസ് ഹാസ് 2 ടൈഗേഴ്സ് വിത്ത് ദം. ഇവിടെ ഹാസ് മെയിൻ വേർബാണ്. മിസ്റ്റർ തൊറാട്ട് വാസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദ സർക്കസ്. ഇവിടെ വാസ് മെയിൻ വേർബാണ്. ബാഗ ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ഇവിടെ ബാനിഷ്ഡ് മെയിൻ വേർബും ഹാസ് ബീൻ ഓക്സിലറി വേർബ്സും. ആറ്റ് ദി ഫിനിഷ് ഷൂട്ടിംഗ്. ഇവിടെ ഹാഡ് ഓക്സിലറിയും ഫിനിഷ്ഡ് മെയിൻ വേർബുമാണ്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രൂവ്? ഇവിടെ തിങ്ക് ഈസ് എന്നുള്ളത് മെയിൻ വേർബും ഡു എന്നുള്ളത് ഓക്സിലറിയുമാണ്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്?
ഇവിടെ ഡു എന്നുള്ളത് മെയിൻ വേർബും കുഡ് എന്നുള്ളത് ഓക്സിലറി വേർബും. were all our plans going to go down the drain? were എന്നുള്ളത് ഓക്സിലറിയും going എന്നുള്ളത് മെയിൻ വേർബുമാണ്. സോ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിലെ മെയിൻ വേർബും ഓക്സിലറി വേർബും നമുക്ക് മനസ്സിലായി. അടുത്ത ആക്ടിവിറ്റി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർബ്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർബ്സ് ഉപയോഗിച്ചിട്ട് ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ. ഫസ്റ്റ് ഇത് ദേ ഡാഷ് പ്ലാനിങ് സംതിങ് ഡിഫറെൻറ്റ്. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ദേ ആർ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വേർബ്. സെക്കൻഡ് ഹി ഡാഷ് റീഡിങ് എ ബുക്ക് വെൻ ഐ വിസിറ്റഡ് ഹിം. ഞാൻ അവനെ കാണാൻ പോയപ്പോൾ അവനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് റീഡിങ്, പാസ്റ്റ് ആണ്. മിസ്റ്റർ തൊറാഡ് ഹാസ് 2 ടൈഗർ വിത്ത് ഹിം. മിസ്റ്റർ തൊറാറ്റിൻ്റെ അടുത്ത് 2 ടൈഗർ ഉണ്ടെന്ന് കാണിക്കണം. മിസ്റ്റർ തൊറ ഹാസ് ബ്രോട്ട് 2 ടൈഗേഴ്സ് വിത്ത് ഹിം. മിസ്റ്റർ തൊറാട്ട് 2 ടൈഗറിനെ ആണ് വാങ്ങിയത്. ഇവിടെ 2 വേർബ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഹാസ് എന്നുള്ള മെയിൻ വേർബും ബ്രോട്ട് എന്നുള്ള ഓക്സിലറി വേർബും. എ ടൈഗർ ഡാഷ് ബി ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഒരു ടൈഗറിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എ ടൈഗർ വിൽ ബി ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഫിഫ്ത്ത് ദ ഷൂട്ടിംഗ് ഡാഷ് നീഡ് 2 more days ടൈം. ഷൂട്ടിങ്ങിന് 2 ദിവസം കൂടി വേണം. ദ ഷൂട്ടിംഗ് മേ നീഡ് 2 more days ടൈം. ഇതൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട മെയിൻ വേർബ്സും ഓക്സിലറി വേർബ്സും. See, fill in the blanks column in the table below. One is done for you. ഇവിടെ തന്നിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 67 ആണ്. മോഡൽ ഓക്സിലറി വിൽ ഫങ്ഷൻസ് മേക്കിംഗ് പ്രഡിക്ഷൻ. മുൻകൂട്ടി തീരുമാനിക്കുക ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത് എന്ന്. ഓഫറിങ് ടു ഡു സംതിങ് ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്യുക. എക്സ്പ്രസൻ ഡിറ്റർമിനേഷൻ. ഒരു കാര്യത്തെപ്പറ്റി നിശ്ചയിക്കുക. മേക്കിംഗ് എ ഫോമൽ റിക്വസ്റ്റ്. ഒരു ഫോമൽ റിക്വസ്റ്റ് നടത്തുക. ഡിനോട്ടിങ് ഫ്യൂച്ചർ. ഭാവിയെ പറ്റി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് വിൽ യൂസ് ചെയ്യുക. ഈ 5 കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വിൽ എന്ന വേർബ് യൂസ് ചെയ്യുക. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസ്. ഇറ്റ് വിൽ റെയിൻ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം മഴ പെയ്യുമെന്ന് പറയാണ്. വിൽ ഫ്യൂച്ചറിൽ അത് നടക്കുമെന്ന് പറയുന്നതിനാണ് വിൽ യൂസ് ചെയ്യുക. ഐ വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ്. ഇത് ഫിനിഷാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ. ഞാൻ അവനോട് നാളെ സംസാരിക്കാം. വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. നീ ആ ജനലൊന്ന് തുറക്കുമോ? ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock. ട്രെയിന് 4 മണിക്ക് പോകും. സോ ഇതാണ് വിൽ എന്ന് വരുന്ന സെൻറ്റൻസസ്. വിൽ എന്ന വേർബ് വരുന്ന സെൻറ്റൻസസ്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ്, ഷോൾ. വുഡിൻ്റെ ഫങ്ഷൻസ് പാസ്റ്റ് ഇൻറ്റൻഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇമേജിൻഡ് സിറ്റുവേഷൻ. നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഓരോ സിറ്റുവേഷൻസും. പാസ്റ്റ് ഹാബിറ്റ്, കഴിഞ്ഞു പോയ ഹാബിറ്റ്. മേക്കിംഗ് എ പൊളൈറ്റ് റിക്വസ്റ്റ്, നമ്മൾ ഒരു ചെറിയൊരു റിക്വസ്റ്റ് നടത്തും. മേക്കിംഗ് ഓഫർ ഓർ ഇൻവൈറ്റിംഗ് പൊളൈറ്റ്ലി, നമ്മൾ എന്ത് ചെയ്യും? ഓഫർ, വുഡ് എന്ന് വെച്ചിട്ട് നമ്മൾ ഓഫർ നടത്തും, അത് ചെറിയ രീതിയിൽ ക്ഷണിക്കും. എക്സ്പ്രസിങ് എ വിഷ്, വുഡ് എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ വിഷൊക്കെ എക്സ്പ്രസ് ചെയ്യാം. ആൻ എക്സാമ്പിൾ,
ഫസ്റ്റത്തെ ഹീ സെഡ് ഹി വുഡ് മീറ്റ് us at 10:30. അവൻ പറഞ്ഞു അവൻ നമ്മളെ 10 മണിക്ക് മീറ്റ് ചെയ്യും എന്നുള്ളത്. ഇറ്റ് വുഡ് റെയിൻ സൂൺ, ദ സ്കൈ വാസ് സോ ക്ലൗഡി. ഇപ്പോൾ മഴ പെയ്യും കാരണം മേഘം വന്ന് മൂടിയിട്ടുണ്ട്. രണ്ടാമത്തത് വാട്ട് വുഡ് യു ഡു ഇഫ് യു വോൺ എ ലോട്ടറി. നിനക്ക് ലോട്ടറി അടിച്ചാൽ നീ എന്താണ് ചെയ്യുക? വെൻ വി വർ ക്ലാസ്മേറ്റ്സ് വി വുഡ് ഓഫൻ ഷെയർ അവർ ലഞ്ച്. നമ്മൾ ക്ലാസ്മേറ്റ് ആണെങ്കിൽ നമ്മൾ നമ്മളെ ലഞ്ച് ഷെയർ ചെയ്യും. ഫോർത്ത് വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്, നീ എന്നെ സഹായിക്കുമോ? ഫിഫ്ത്ത് വുഡ് ലൈക്ക് വൺ മോർ പീസ് ഓഫ് കേക്ക്. നിനക്ക് കേക്കിൻ്റെ ഒരു പീസും കൂടിയും വേണോ? ദിസ് ഈവനിങ് വി ആർ ഗോയിങ് ഫോർ എ മൂവി, വുഡ് യു ബി ജോയിനിങ് us? ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരു മൂവിക്ക് പോകുന്നുണ്ട്, നീയും കൂടുന്നോ? ഐ വിഷ് ഷി വുഡ് കം ആൻഡ് സീ മീ. ഞാൻ ആഗ്രഹിക്കുന്നു അവൾ എന്നെ വന്ന് കാണാൻ. പിന്നെ നമ്മൾ പറയുന്നത് ഷോളാണ്. മേക്കിംഗ് ഓഫേഴ്സ്. ഷോൾ വെച്ചിട്ട് നമുക്ക് ഓഫേഴ്സ് നടത്താം. ആസ്കിങ് ഫോർ അഡ്വൈസ് ചോദിക്കാം. ആസ്കിങ് ഫോർ സജഷൻസ് ചോദിക്കാം. ഇൻഫോർമൽ ഡോക്യുമെൻറ്റ്സ് ടു സ്റ്റേറ്റ് ആൻഡ് ഓർഡർ, ലോ എക്സെട്ര. ഫോർമൽ ഡോക്യുമെൻറ്റ്സിന് നമ്മൾ ഷോൾ ഉപയോഗിച്ചിട്ട് ഓരോ ഓർഡറും ലോയൊക്കെ നടത്തും. അതിൻ്റെ എക്സാമ്പിൾസ്: ഷെൽ ഐ ഡു ഇറ്റ് ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യട്ടെ. വിച്ച് വേ ഷാൾ ഐ ഗോ? ഏത് വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത്? വാട്ട് ഷാൾ വി ഡു? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഓൾ ട്രാൻസാക്ഷൻ ഷാൾ ബി മെയ്ഡ് ഓൺലി ബൈ സർട്ടിഫൈഡ് ചെക്സ്. എല്ലാ ട്രാൻസാക്ഷനും എന്ത് വെച്ചിട്ടാണ് നമ്മൾ നടത്തുക? സർട്ടിഫൈഡ് ആയിട്ടുള്ള ചെക്ക് വെച്ചിട്ട്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് വുഡ് ആൻഡ് ഷോൾ. വുഡിൻ്റെയും ഷോളിൻ്റെയും ഫങ്ഷൻസും എക്സാമ്പിൾസുമാണ് ഈ കോളങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ്റെ ഫങ്ഷൻസ് ഷോയിങ് പോസിബിലിറ്റി, ചാൻസസ് ഉണ്ടെന്ന് കാണിക്കും. ഗിവിങ് ഓർ ആസ്കിങ് ഫോർ പെർമിഷൻ ചോദിക്കും, പെർമിഷൻ കൊടുക്കും. എക്സ്പ്രസിങ് വിഷസ് എക്സ്പ്രസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ്: ഐ മേ ബി ലേറ്റ്, ഐ ഹാവ് മോർ ടു ഡു. ഞാൻ ചിലപ്പോൾ നേരം വൈകും, എനിക്ക് കുറേ ചെയ്യാനുണ്ട്. 2 യു മേ ഗോ നൗ, നിനക്കിപ്പോൾ വേണമെങ്കിൽ പോകാം. മേ ഐ ഗെറ്റ് ഇൻ, ഞാൻ കടന്നോട്ടെ. മേ ഗോഡ് ബ്ലെസ് യു, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. മൈറ്റിൻ്റെ ഫങ്ഷൻസ് ഷോയിങ് റിമോട്ട് പോസിബിലിറ്റി, ചെറിയ പോസിബിലിറ്റീസൊക്കെ ചാൻസസൊക്കെ കാണിക്കും. സജസ്റ്റിംഗ് സംതിങ് പൊളൈറ്റ്ലി, ചെറിയ രീതിയിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യും. ടു ആസ്ക് പൊളൈറ്റ്ലി ഫോർ പെർമിഷൻ, ചെറിയ രീതിയിൽ പെർമിഷൻ ചോദിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് സെൻറ്റൻസസ്: ഹി ഈസ് നോട്ട് പെർഫെക്റ്റ്ലി വെൽ, അവന് സുഖമില്ല. ഹി മൈറ്റ് കം ടു ഓഫീസ് ടുഡേ, അവൻ ഇന്ന് ഓഫീസിലേക്ക് വരുമായിരിക്കും. രണ്ടാമത്തേത് യു മൈറ്റ് കോൺടാക്ട് ദ ഹെൽപ്പ് ഡെസ്ക് ഫോർ മോർ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാം. മൈറ്റ് ഐ കം വിത്ത് യു ഇൻ യുവർ കാർ, എനിക്ക് നിൻ്റെ കാറിൽ വന്നുകൂടെ? ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്റ്റാണ്. ഷോയിങ് നെസസിറ്റി ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ മസ്റ്റിലൂടെ കാണിക്കും. ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ് ഷോയിങ് സംതിങ് ഷുഡ് നോട്ട് ഹാപ്പൻ, നെഗറ്റീവ് സെൻറ്റൻസസിൽ അത് ഉറപ്പായിട്ടും നടക്കരുത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഷോയിങ് എ ലോജിക്കൽ പോസിബിലിറ്റി, അതിനൊരു ലോജിക്കൽ പോസിബിലിറ്റി ഉണ്ടെന്ന് കാണിക്കും. എക്സാമ്പിൾസ്: വൈൽ ഡ്രൈവിംഗ് യു മസ്റ്റ് വിയർ സീറ്റ് ബെൽറ്റ്, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ നീ നിൻ്റെ സീറ്റ് ബെൽറ്റ് ധരിക്കണം. വി മസ്റ്റ് നോട്ട് ടോക്ക് റൂഡ്ലി ടു അവർ പാരൻസ്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് റൂഡായിട്ട് സംസാരിക്കരുത്. ഹിസ് കാർ ഇസ് നോട്ട് ദെയർ, അവൻ്റെ കാർ അവിടെ ഇല്ല. ഹി മസ്റ്റ് ഹാവ് ഗോൺ സംവെയർ എൽസ്, അവൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. ഇതൊക്കെയാണ് മേയുടെയും മൈറ്റിൻ്റെയും മസ്റ്റിൻ്റെയും ഫങ്ഷൻസും അതിൻ്റെ സെൻറ്റൻസും. പിന്നെ നോക്കുന്നത് നീഡ്. ആസ് എ മോഡൽ ഓക്സിലറി
ഇറ്റ്സ് യൂഷ്വലി യൂസ്ഡ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ഇതൊരു മോഡൽ ഓക്സിലറിയാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് സെൻറ്റൻസസിലും ക്വസ്റ്റ്യൻസിലൊക്കെയാണ്. ഫങ്ഷൻസ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ് ഷോയിങ് നോ നെസസിറ്റി. നെഗറ്റീവ് സെൻറ്റൻസസിൽ ഈ നീഡ് എന്ത് ചെയ്യും? ഒരു ആവശ്യമില്ല എന്ന് പറയും. ഷോയിങ് നെസസിറ്റി ഇൻ ക്വസ്റ്റ്യൻസിൽ നെസസിറ്റി ആവശ്യകത കാണിക്കും. ഷോയിങ് നെസസിറ്റി ഇൻ നോൺ അസർട്ടീവ് സ്ട്രക്ചർ. നോൺ അസർട്ടീവ് സ്ട്രക്ചറിൽ ആവശ്യകത കാണിക്കും. ആൻഡ് എക്സാമ്പിൾസ്: യു നീഡിൻ വെയിറ്റ് ഫോർ മീ, ഐ ക്യാൻ ഗോ അലോൺ. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും. നീഡ് ഐ ഷോ യു ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്. ഞാൻ നിനക്ക് ഒറിജിനലായിട്ടുള്ള ഡോക്യുമെൻറ്റ് കാണിച്ചു തരണോ? ദിസ് ഈസ് ദ ഓൺലി തിങ് ഹി നീഡ് ഡു ഫോർ അസ്. ഇതാണ് അവൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. നോട്ട്. നീഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ മെയിൻ വേർബ്. ഇവിടെ നീഡ് എന്താണ്? മെയിൻ വേർബ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻ ദിസ് കേസ് നീഡ് ഹാസ് ഫോം നീഡ്സ് നെഗറ്റീവ്സ് ക്വസ്റ്റ്യൻസ് ആർ made with do and it is followed by to infinitives. Examples: he need to take rest for some time. അവന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. ഡോണ്ട് യു നീഡ് ടു പ്രിപ്പയർ ഇൻ അഡ്വാൻസ്. നിനക്ക് മുൻകൂട്ടി അത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലേ എന്നതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നീഡ് ഒരു ഓക്സിലറി വേർബാണ്, പക്ഷേ നീഡ് ഒരു മെയിൻ വേർബായിട്ടും നമ്മൾ യൂസ് ചെയ്യും. സോ ഇവിടെ നമ്മൾ കണ്ടു നീഡിൻ്റെ ഫങ്ഷൻസും സെൻറ്റൻസസും. പിന്നെ നമ്മൾ നോക്കുന്നത് ഡെയർ. ഇറ്റ്സ് ഓൾസോ യൂഷ്വലി യൂസ്ഡ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ഡെയർ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നെഗറ്റീവ് സെൻറ്റൻസസിലും ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യും. ബ്രെയിൻ ഇനഫ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. നല്ല ധൈര്യം ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ തീരെ ധൈര്യമില്ല. ഹി ഡാരിൻ സേ വാട്ട് ഹീ തിങ്സ്. അവൻ ഒരിക്കലും പറയില്ല അവൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന്. ഡെയർ യു ഗോ ഔട്ട് അലോൺ ഇൻ ദ നൈറ്റ്. നീ രാത്രി തനിച്ച് പുറത്ത് പോകുമോ? നോട്ട്. ഡെയർ കൻ ഓൾസോ ബി യൂസ്ഡ് ആസ് ഓർഡിനറി വേർബ്. ഡെയർ നമുക്ക് എന്താ ഓർഡിനറി വേർബായിട്ട് യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സ് ആർ ഫോംഡ് വിത്ത് ഡു. ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സൊക്കെ ഡു വെച്ചിട്ടാണ് ഫോം ചെയ്യുക. ഇറ്റ് ഹാസ് ഫോം ഡെയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഫോളോ ബൈ എ ടു ഇൻഫിനിറ്റ്. എക്സാമ്പിൾ: ഡസൻ ഹി ഡെയർ ടു ടെൽ ദ ട്രൂത്ത്. അവൻ സത്യം പറയാൻ പേടിയില്ലേ? യെസ്, ഹി ഡെയർസ് ടു ടെൽ ദ ട്രൂത്ത്. യെസ്, അവൻ സത്യം പറയാൻ പേടിയാണ്. ഇനി ഓട്ടുവിൻ്റെ ഫങ്ഷൻസ്: യൂസ് ടു അഡ്വൈസ് പീപ്പിൾ ടു ഡു സംതിങ് ആസ് എ ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. ഒരാളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ടു ഷോ എ ലോജിക്കൽ കൺക്ലൂഷൻ ഓർ ഗസ്. ഒരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു കാര്യം ഗസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഓട്ട് ടു യൂസ് ചെയ്യും. എക്സാമ്പിൾ: വി ഓട്ട് ടു ലവ് ആൻഡ് കെയർ മോർ അവർ പാരൻസ് വെൻ ദേ ആർ ഓൾഡ്. നമ്മുടെ പാരൻസ് പ്രായമാകുമ്പോൾ അവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും. സെക്കൻഡ്, ഹാസ് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ്, ഹി ഓട്ട് ടു റീച്ച് ദേ ബൈ നൂൺ. അവൻ രാവിലെ ഇറങ്ങിയത് കാരണം അവൻ ഉച്ചയാകുമ്പോഴത്തേന് അവിടെ എത്തും. നോട്ട്. ഇൻ നെഗറ്റീവ്സ് നോട്ട് കംസ് ബിഫോർ ടു ഹാസ് ഇൻ. വി ഓട്ട് നോട്ട് ടു ഡ്രൈവ് റെക്ലി. വി ഓട്ട് ടു റെസ്പെക്റ്റ് അവർ എൽഡേഴ്സ്. ഓട്ട് ഇൻ വി. നമ്മൾ നോട്ട് ചെയ്യണം. നെഗറ്റീവ്സിൽ നോട്ട് കംസ് ബിഫോർ ടു. ടുവിൻ്റെ മുന്നേ ആയിട്ടാണ് നോട്ട് വരിക. വി ഓട്ട് നോട്ട് ടു ഡ്രൈവ് റെക്ലെസ്ലി. നമ്മൾ ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. വി ഓട്ട് ടു റെസ്പെക്റ്റ് അവർ എൽഡേഴ്സ്. ഓട്ടിൻ വി. നമ്മൾ നമ്മളുടെ മുതിർന്നവരെ ബഹുമാനിക്കേണ്ടേ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഡെയർ ആൻഡ് ought to. യൂസ് ടു. എക്സ്പ്രസിങ് പാസ്റ്റ് ഹാബിറ്റ് ഓർ സ്റ്റേറ്റ് വിച്ച് ആർ നൗ നോ മോർ. അതെന്താണ്? പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുക. പിന്നെ
ഇപ്പോൾ അത് ഇല്ല എന്നുള്ള രീതിയിലും നമ്മൾ പറയുന്നതിനാണ് യൂസ് ടു എന്നുള്ളത്. ഹി യൂസ് ടു സ്മോക്ക് ബട്ട് നൗ ഹി ഹാസ് സ്റ്റോപ്പ്ഡ്. അവൻ പുകവലിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് നിർത്തിയിട്ടുണ്ട്. സീ ദാറ്റ് ഗ്രൗണ്ട്, ദർ യൂസ് ടു ബി മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. നോൺ ഇൻ ടാഗ് ക്വസ്റ്റ്യൻ യൂസ് ഇൻ ഇസ് നോട്ട് യൂസ്ഡ്. ടാഗ് ക്വസ്റ്റ്യൻസിൽ യൂസ് ഇൻ എന്നുള്ള ഒരു വേർഡില്ല. ഇൻസ്റ്റെഡ് വി യൂസ്ഡ് ഇറ്റ് ഓർ ഡിഡ് ഇൻ. അതിൻ്റെ പകരം എന്താണ്? വി യൂസ്ഡ് ഇറ്റ് അല്ലെങ്കിൽ ഡിഡ് ഇൻ എന്നാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ, യൂസ് ടു പ്ലേ ഫുട്ബോൾ, ഡിഡിൻ ഹി? അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഇല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദീസ് ആർ ദ functions and examples of user to. Now consider the question you have listed in session A. Session Aയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാഡ് ദി ഫിനിഷ്ഡ് ദ ഷൂട്ടിംഗ്? അവർ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയോ? ഹൗ വിൽ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യന് എങ്ങനെയാണ് നിങ്ങൾ മറുപടി നൽകുക? യെസ്, ദേ ഹാഡ് ഫിനിഷ്ഡ് ദ ഷൂട്ടിംഗ്. അതെ, അവർ ഷൂട്ടിംഗ് ഫിനിഷാക്കി. അല്ലെങ്കിൽ നോ, ദേ ഹാഡ് ഇൻ ഫിനിഷ്ഡ് ദ ഷൂട്ടിംഗ്. അവർ ഷൂട്ടിംഗ് ഫിനിഷ് ആക്കിയിട്ടില്ല. ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ കാൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. റീഡിങ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് വായിക്കുക. ദേ ആർ ഗോയിങ് ടു മദ്രാസ്. അവർ മദ്രാസിലോട്ട് പോവുകയാണ്. ആർ ദേ ഗോയിങ് ടു മദ്രാസ്? അവർ മദ്രാസിലോട്ട് പോവുകയാണോ? അത് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു. നന്ദു വാസ് വർക്കിംഗ് ഓൾ നൈറ്റ്. നന്ദു എല്ലാ രാത്രിയിലും വർക്ക് ചെയ്യും. വാസ് നന്ദു വർക്കിംഗ് ഓൾ നൈറ്റ്? എല്ലാ രാത്രിയിലും നന്ദു വർക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് വേർഡ് ഓർഡർ, സാധാ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡ് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വേർബ്, പിന്നെ മെയിൻ വേർബ്. ഇവിടെ ദേ ആർ ഗോയിങ് ടു മദ്രാസ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ ഓർഡർ ദേ സബ്ജക്റ്റാണ്, ആർ ഓക്സിലറി വേർബാണ്, ഗോയിങ് എന്നുള്ള മെയിൻ വേർബാണ്. നെക്സ്റ്റ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെത് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഗോയിങ് ടു മദ്രാസ് എന്നാണ് ചോദ്യം. ഓക്സിലറി വേർബ് ആർ, സബ്ജക്റ്റ് ദേ, ഗോയിങ് ആണ് മെയിൻ വേർബ്. ഇങ്ങനെയാണ് നമ്മൾ, ഈ ഓർഡറിലാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഹൗ ഡു ദീസ് ക്വസ്റ്റ്യൻസ് ബിഗിൻ? എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ തുടങ്ങുക? വാട്ട് ചേഞ്ച് ഇസ് മെയ്ഡ് ഇൻ ദ വേർഡ് ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ? ഈ താഴത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക? Now try to frame questions for the following statement. താഴത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നോ ദേ ആർ പ്ലാനിങ് സംതിങ് ഡിഫറെൻറ്റ് ദിസ് ടൈം. ഈ സമയത്ത് അവർ വ്യത്യസ്തമായിട്ടുള്ള എന്തോ പ്ലാൻ ചെയ്യാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ദേ പറഞ്ഞത് സബ്ജക്റ്റ്, ആർ ഓക്സിലറി വേർബ്, പ്ലാനിങ് മെയിൻ വേർബ്. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റും? ആർ ദേ പ്ലാനിങ് ദ സെയിം തിങ് ദിസ് ടൈം? ഇവിടെ ഓക്സിലറി വേർബാണ് ആർ, ദേ സബ്ജക്റ്റ്, പ്ലാനിങ് മെയിൻ വേർബ്. രണ്ടാമത്തത്, നോ ഐ ഹാവ് നെവർ ട്രാവൽ ത്രൂ എ ജംഗിൾ. ഞാനൊരു കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റ്, ഓക്സിലറി വേർബ് ഹാവ്, മെയിൻ വേർബ് എന്താണ്? നെവർ. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റും? ഹാവ് യു എവർ ട്രാവൽ ത്രൂ എ ജംഗിൾ? ഇവിടെ ഓക്സിലറി വേർബ് ഹാവ്, സബ്ജക്റ്റ് യു, verb, main verb ever traveled. Third, yes, he was scolding the public when I reached there. അതെ, ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ ജനങ്ങളെ സ്കോൾഡ് ചെയ്യാണ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റും? വാസ് ഹി സ്കോൾഡിങ് ദ പബ്ലിക് വെൻ യു റീച്ച്ഡ് there? നീ അവിടെ ചെല്ലുമ്പോൾ അവൻ ജനങ്ങളെ സ്കോൾഡ് ചെയ്യുകയാണോ? ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഹി സബ്ജക്റ്റ്, വാസ് ഓക്സിലറി വേർബ്,
സ്കോൾഡിങ് മെയിൻ വേർബ്. അത് ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോൾ വാസ് ഓക്സിലറി വേർബ്, സബ്ജക്റ്റ് ഹി, സ്കോൾഡിങ് മെയിൻ വേർബ്. ഫോർത്ത്, യെസ് ഇറ്റ് ഈസ് സ്നോയിങ്. അതെ മഞ്ഞ് പെയ്യുകയാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെത് സബ്ജക്റ്റ് ഇറ്റ്, ഈസ് ഓക്സിലറി, സ്നോയിങ് മെയിൻ വേർബ്. ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോൾ ഈസ് ഇറ്റ് സ്നോയിങ്, മഞ്ഞ് പെയ്യുകയാണോ? ഇവിടെ ഓക്സിലറി വേർബ് ഈസ്, സബ്ജക്റ്റ് ഇറ്റ്, മെയിൻ വേർബ് സ്നോയിങ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യെസ് ഹി ക്യാൻ സ്പീക്ക് ജർമ്മൻ. അവന് ജർമ്മൻ സംസാരിക്കാൻ പറ്റും. അതിൻ്റെ ഓർഡർ സബ്ജക്റ്റ് ഹി, ഓക്സിലറി വേർബ് ക്യാൻ, വേർബ് മെയിൻ വേർബ് സ്പീക്ക്. ഇനി ഇത് ക്വസ്റ്റ്യനായിട്ട് മാറ്റുമ്പോൾ ക്യാൻ ഹി സ്പീക്ക് ജർമ്മൻ, അവന് ജർമ്മൻ സംസാരിക്കാൻ പറ്റുമോ? ഓക്സിലറി വേർബ് ക്യാന്, ഹി, സബ്ജക്റ്റ് സ്പീക്ക്, മെയിൻ വേർബ്. ഇങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റാണ് വരേണ്ടത്, രണ്ടാമത്തെ ഓക്സിലറി വേർബ്, മൂന്നാമത്തെ മെയിൻ വേർബ്. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റത്തത് ഓക്സിലറി വേർബ്സ്, രണ്ടാമത്തത് സബ്ജക്റ്റ്, മൂന്നാമത്തത് മെയിൻ വേർബ്സ്. സോ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 69 ഇൻ ദീസ് സെൻറ്റൻസസ് ഓക്സിലറി വേർബ് ഈസ് ഹിഡൻ. ഈ സെൻറ്റൻസസിൽ ഓക്സിലറി വേർബ് എന്താണ്? മറഞ്ഞിരിക്കുകയാണ്. സോ വി യൂസ് ഡമ്മി ഓക്സിലറി അക്കോർഡിംഗ് ടു ദ ടെൻസ് ഓഫ് ദ വേർബ്. നമ്മൾ വേർബ്സിൻ്റെ ടെൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡമ്മി ആയിട്ടുള്ള ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യും. ലൈക്ക് എങ്ങനെ യൂസ് ചെയ്യുക? ഡു പ്ലസ് ലൈക്ക് പ്രസൻറ്റ്, ലൈക്സ്, ഡസ് പ്ലസ് ലൈക്ക് പ്രസൻറ്റ് സിംഗുലാർ, ലൈക്ഡ്, ഡിഡ് പ്ലസ് ലൈക്ക് പാസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് നോക്കുക. ഹീ ലൈക്സ് ഓറഞ്ച്, അവന് ഓറഞ്ച് ഇഷ്ടമാണ്. ഡസ് ഹി ലൈക്ക് ഓറഞ്ച്, അവന് ഓറഞ്ച് ഇഷ്ടമാണോ? ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റി. ദേ വെൻ ടു ദ നിയർ ബൈ സ്കൂൾ, അവരെടുത്തുള്ള സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. ഡിഡ് ദേ ഗോ ടു ദ നിയർ ബൈ സ്കൂൾ, അവരെടുത്തുള്ള സ്കൂളിലോട്ട് പോയിട്ടുണ്ടോ? ഐ ഡ്രിങ്ക് ട്രീ, ഞാൻ ചായ കുടിച്ചു. ഡു യു ഡ്രിങ്ക് ട്രീ, നീ ചായ കുടിച്ചോ? ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ടുള്ളത്. നൗ കൺസിഡർ ദ ക്വസ്റ്റ്യൻസ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. യെസ് ദേ കം ഹിയർ ഫ്രീക്വൻലി, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അതെങ്ങനെ ക്വസ്റ്റ്യൻസ് ആക്കുക? ഡു ദേ കം ഹിയർ ഫ്രീക്വൻലി, അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടോ? ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബായിട്ടാണ് മാറ്റേണ്ടത്. ഇവിടെ നമ്മളെ ഓക്സിലറി വേർബ് എന്താണ്? ഹിഡൻ ഓക്സിലറി വേർബ് കം ആണ്. അപ്പോൾ ഡു പ്ലസ് കം. ഇപ്പോൾ ഡു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡു എന്നാണ് ഉപയോഗിക്കുക. കം എന്ന് വെച്ചാൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡു. ഡു ദേ കം ഹിയർ ഫ്രീക്വൻലി, ഫ്രീക്വൻ്റ് ആയിട്ട് അവരിങ്ങോട്ട് വരാറുണ്ടോ? നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, യെസ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഇവിടെ മെറ്റാണ്. മെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റ്, ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യുക. ഡിഡ് യു മീറ്റ് ഹിം യെസ്റ്റർഡേ, നീ ഇന്നലെ അവനെ കണ്ടുമുട്ടിയോ എന്നാണ് ചോദ്യം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, യെസ് ദേ ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം, അവർ ഇവിടെ കുറേ കാലം ജീവിച്ചു. ലിവ്ഡ് ആണ്. ലിവ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, ഓൾറെഡി കഴിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡ് ദേ ലിവ് ഹിയർ ഫോർ എ ലോങ് ടൈം, അവർ ഇതിന് മുന്നേ ഇവിടെ കുറേ താമസിച്ചിട്ടുണ്ടോ? അത് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റി. നാലാമത്തത്, യെസ് വി പ്ലേ ക്രിക്കറ്റ് എവറി ഡേ, എന്നും നമ്മൾ ക്രിക്കറ്റ് കളിക്കും.
ഇവിടെ പ്ലേ മീൻ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ഡു യു പ്ലേ ക്രിക്കറ്റ് എവരി ഡേ? നിങ്ങൾ എന്നും ക്രിക്കറ്റ് കളിക്കുമോ? ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റി. 5th, യെസ് ഷീ സ്പീക്സ് ഫ്ലുവൻറ്റ് ഫ്രഞ്ച്. അവൾ ഫ്ലുവൻ്റായിട്ട് ഫ്രഞ്ച് സംസാരിക്കും. സ്പീക്സ് എന്നാണ്. അപ്പോൾ പ്രസൻറ്റ് സിംഗുലാറാണ്. അപ്പോൾ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡസ് ഷീ സ്പീക്ക് ഫ്ലുവൻറ്റ് ഫ്രഞ്ച്? അവൾ ഫ്ലുവൻ്റായിട്ട് ഫ്രഞ്ച് സംസാരിക്കുമോ? അപ്പോൾ നമ്മൾ ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. ഹിഡൻ വേർബ്സ്, ഓക്സിലറി വേർബ്സ് ഹിഡൻ ആണെങ്കിൽ ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. നമ്മൾ ബ്ലോയിങ് ഇൻ ദ വിൻഡിലെ കുറച്ച് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള ആക്ടിവിറ്റീസ് തുടർന്നുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. So please do subscribe and support me. That's all for today. Thank you. Have a nice day and bye.